1,63,00,000 രൂപയ്ക്ക് നാഷ് എന്ത് ചെയ്യും? 1,65,00,000 രൂപയ്ക്ക് നമുക്ക് എല്ലാവരും കൂടെ എന്തൊക്കെ ചെയ്യാം? അത്രയും രൂപ മുടക്കി കയ്യിലൊരു നെയിൽ പോളിഷ് മേടിക്കൂ. ഞാനോ? മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. 1,63,00,000 രൂപ. അവർ കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ കമ്പയർ ചെയ്യുന്ന ഒരു മെർസിഡീസ് ബെൻസുമായിട്ടാണ്, അതായത് GL. അപ്പം 2 GL, അതായത് 1,63,00,000 രൂപയ്ക്ക് ഒരു നെയിൽ പോളിഷ്. അത് ബ്ലാക്ക് കിങ് എന്നാണ് ബ്ലാക്ക് കളർ നെയിൽ പോളിഷാണ്. ബ്ലാക്ക് കിങ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് 267 ക്യാരറ്റിൻ്റെ ബ്ലാക്ക് ഡയമണ്ട് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഡയമണ്ട് ഇതാണ് നെയിൽ പോളിഷാണ്. ഇത് ഓൺ ചെയ്യുന്നത് ലോകത്താകെ 25 പേരാണ്. ബിയോൺസെ, റിഹാന പോലുള്ള അങ്ങനെ പോലെ ആൾക്കാരാണ് ഇത് ഓൺ ചെയ്യുന്നത്. പോസിബിലിറ്റീസ് ഉണ്ട്, പക്ഷെ അവരുടെ ലിസ്റ്റിനകത്ത് അവർ പറയുന്നില്ല. അതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി സാധനം ഫൈൻഡ് ഔട്ട് ചെയ്ത സാധനം അറിയോ? ഇത് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഹൈ റിസ്ക് ഫാക്ടറിലുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുള്ള ആൾക്കാർ മാത്രമേ ഓൺ ചെയ്യാവൂ. ഒരു വാർണിംഗ്. അവർ പറഞ്ഞ ഈ ഒരു 1 crore നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾ ഇത് ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു നെയിൽ പോളിഷ് കമ്പനി കൊടുക്കുന്ന വാർണിംഗ് ആണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു റെഡ് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് ഒരു കളർ. അതല്ലാതെ ഇട്ട് കഴിയുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നുന്നു. നമുക്ക് എങ്ങനെ അറിയാടോ? അല്ല, ഇവർ പറയപ്പെടുന്ന സാധനം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം എഡിബിൾ ഗോൾഡ്, അത് ഒരു ലെയർ ഓഫ് ഗോൾഡ് പാർട്ടിക്കിൾസ് ആണ്. പക്ഷെ അത് വിറ്റാ പൈസ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അത് സെയിൽ ചെയ്യുന്ന ട്രിക്ക് ഉണ്ട്. അവരുടെ USB എന്താണ് ഈ പറയുന്ന പോലെ ഇൻഫ്യൂസ്ഡ് ഫോം ആണ്, ഗോൾഡ് ആണ്. ഇത്ര അവർ പറയുന്ന ഈ എഡിബിൾ ഗോൾഡിനകത്ത് ഇവർ പറയുന്ന 22 ക്യാരറ്റിൻ്റെ എഡിബിൾ ഗോൾഡ് എന്ന് അവർ പറയുന്നത്. പക്ഷേ അത് ഈ പറയുന്ന ഗോൾഡിൻ്റെ ഈക്വലൻ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സിലായി? അത് നമ്മൾ ഈ പറയുന്ന ലെയേഴ്സ് എല്ലാം കൂടെ തൂക്കിയെടുത്ത് വെച്ചൊരു കടയിൽ കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടത്തില്ല. ഇത് പറഞ്ഞ പോലെ ഇതിനകത്ത് പക്ഷെ പറയുന്നത് ഈ ഡയമണ്ട്, ബ്ലാക്ക് ഡയമണ്ട് 267 ക്യാരറ്റിൻ്റെ ബ്ലാക്ക് ഡയമണ്ട് കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ വാല്യൂ കൂട്ടുന്നത്. ഇപ്പം ഫുഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാവിയർ, അതായത് മീൻ മുട്ട, പക്ഷെ അതിന്റെ വേറൊരു പക്ഷെ ഏറ്റവും എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് ഒരു തരം മീനിൻ്റെ മുട്ടയാണത്. അത് റോ ആയിട്ടാണ് ഇവർ കഴിക്കുന്നതും, പക്ഷെ അതിൻ്റെ വില എന്ന് പറയുന്നത് ഭീകരമാണ്. അപ്പം ഇതുപോലത്തെ ഭയങ്കര റെയറസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര വിയർഡസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഭയങ്കര വില കൂടിയ സാധനങ്ങൾ. അപ്പം പക്ഷേ നമ്മളൊന്ന് ആലോചിക്കും, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധാരണ ഒരാൾ ഒരു 50 രൂപയുടെ അല്ലെങ്കിൽ 150 രൂപയുടെ ഒരു പോളിഷ് മേടിക്കുന്നിടത്ത്, നെയിൽ പോളിഷ് മേടിക്കുന്നിടത്ത് നിന്ന് ഇപ്പോൾ 1 കോടി രൂപയുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് പറയുന്നത് തന്നെ ഒരു വിയേർഡ് തിങ് അല്ലേ? ഇപ്പൊ നേരത്തെ കാവിയറിന്റെ കാര്യവും ഈ പറഞ്ഞ നെയിൽ പോളിഷിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ there are a lot of things which is very small. നമുക്ക് കാണാൻ വേണ്ടി ഇതിലെന്ത് ഇത്ര വലിയ കാര്യം, ഒരു പേന അല്ലെങ്കിൽ ഒരു വാച്ചിനൊക്കെ വീണ്ടും ഉണ്ട്, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഒന്ന് നോക്കിയാൽ ഷെയ്ഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഇത്രയും കോടി രൂപയ്ക്ക് മേടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ യു ബിലീവ് ഇൻ ദിസ് സൂപ്പർ പവേഴ്സ്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സൂപ്പർ പവേഴ്സ് മറ്റേ ഇലുമിനാറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദാറ്റ് ബിലോങ്സ് ടു എ ഫാമിലി. നോ, ഇപ്പൊ നമ്മുടെ വീട്ടിലും ക്രാക്ക് ആയിട്ടുള്ള ആൾക്കാർ കാണും, നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അങ്ങനെ വീട്ടിൽ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. സോ ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ വെരി പവർഫുൾ, യു ആർ ദ പവർഫുൾ ഫാമിലി വിച്ച് ഡിസൈഡ്സ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ് എന്നുള്ള സാധനമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് വയ്ക്കുക. അപ്പോൾ കൂടുതലൊരു ഭ്രാന്തമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇൻഡ്യൂസ് ചെയ്യണം. നീ ചെയ്യും മക്കളെ, നീ ശല്യം ചെയ്യാതിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് നീ ചെയ്യും. അതാ ശരി, 1.5 കോടി രൂപയുടെ സാധനം കണ്ടുപിടിച്ചു. See, that is how it happens, you know, and that makes a social status കൊടുക്കും. ഓക്കെ, ഇത്രയും റിഹാന, നിങ്ങൾ പറഞ്ഞ പോലെ ബിയോൺസെ, റിഹാന, ജേലോ ഇങ്ങനത്തുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. വരുമ്പോൾ തന്നെ ഇത് യൂസ് ചെയ്യുന്നവരെല്ലാവരും അവരുടെ ലീഗിലേക്ക് എത്തപ്പെടുന്നു, അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള സാധനം. സൂപ്പർ കാർസ് വേണം, അല്ലെങ്കിൽ ലക്ഷറി കാർ വേണം, പ്രീമിയം സെഗ്മെന്റ് കാർ. ഫെറാരിയുടെ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. BMWയുടെയും ഓഡിയുടെയും മെർക്കിന്റെ എല്ലാത്തിന്റെയും ആഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫെറാരിയുടെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, കാരണം എന്താ, അവർക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഫെറാരി മേടിക്കുന്നവർ എല്ലാവരും കാശുകാരാണ്. ഒബ്വിയസ്ലി കാശുള്ളവരെല്ലാം ഫെറാരി മേടിക്കും. ലോൺ എടുത്ത് ഫെറാരി മേടിച്ച ആരെയും എനിക്കറിയില്ല. ഇതുപോലെ പല ബ്രാൻഡുകളുണ്ട് ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങൾ ഇറക്കുന്നത്. അതായത് ലക്ഷറീസ് ആയിരിക്കും, അൾട്രാ ലക്ഷറീസ് ആയിരിക്കും. അത് ഈ ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങൾ ഇത് മാത്രം മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എല്ലാ ബ്രാൻഡ്സിൻ്റെയും ലിമിറ്റഡ് എഡിഷൻ അല്ലെ ആനിവേഴ്സറി വേർഷൻസ്. അതായത് US ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ എല്ലാ ലക്ഷറീസ് ബ്രാൻഡിൻ്റെയും ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങളുണ്ട്. ഇപ്പം ഈവൻ വാച്ച് ആണെങ്കിൽ പോലെ, ഷെയ്ഡ്സ് ആണെങ്കിലും, കാർസ് ആണെങ്കിലും, ഈവൻ ഇഫ് പെർഫ്യൂം ആണെപ്പോലും
അതിൻ്റെ ദുബൈയിലും അങ്ങനെ ഒരാളുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഒന്ന് ആലോചിക്കും, നമ്മൾ ഈ പറയുന്ന ലക്ഷറിക്ക് നമുക്കൊരു ലിമിറ്റേഷൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലെന്നാണ് പുള്ളി പറയുന്നത്. അതായത് ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്യുകയാണ്, എനിക്ക് 1000 കോടിയുടെ ഒരു സാധനം വേണം, അത് ഗോൾഡിലായിരിക്കണം, അതിൻ്റെ മേളിൽ ഡയമണ്ടിൻ്റെ മൂന്ന് ഡയമണ്ട് റയറസ്റ്റ് ഡയമണ്ടിൻ്റെ ഇതുണ്ടായിരിക്കണം. എൻ്റെ ലക്ഷറി എൻ്റെ ഫാൻറ്റസിയാണ്. അപ്പം ഈ ലക്ഷറിക്ക് വേണ്ടി എന്തും ഫാൻറ്റസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലോകത്തുനിന്ന്. പണക്കാരുടെ കഴപ്പ്. അല്ല, നമ്മളിപ്പോൾ മറ്റേ ഫേമസ് ഡയലോഗ് ഉണ്ട്, There are a lot of rich people who put money in proper things. അല്ലേ? ലക്ഷറി ലൈഫ് ജീവിക്കാത്ത എത്രയോ റിച്ച് പീപ്പിൾ ഉണ്ട്, വെരി റിച്ച് ആൾക്കാരുണ്ട്, പറയാൻ പോലും താല്പര്യമില്ലാതെ കണ്ടാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷേ when we check about it, when they see the profile മനസ്സിലാകുമ്പോൾ okay, they are big people, I mean rich people. ബട്ട് അത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ പ്രോപ്പർ തിങ്സ്. പക്ഷേ ഇത് മോശമാണ് ഞാൻ പറയുന്നില്ല, ദാറ്റ് ഈസ് ഓൾസോ എ കാറ്റഗറി അല്ലേ. അവർക്ക് ആ മെയിൻറ്റെയിൻ ദാറ്റ് സ്റ്റാൻഡേർഡ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഡു ദാറ്റ്. ഫോർ മീ ഇറ്റ് സൗണ്ട്സ് വിയേർഡ് ആൻഡ് ഫണി. നമുക്കല്ല, നമ്മളും പറ്റുന്ന രീതിയിൽ നല്ലത് കാണിക്കാൻ ശ്രമിക്കാറില്ലേ? എപ്പോഴും ഐഫോൺ കൈകൊണ്ട് നടക്കണം, നല്ല കാർ വേണം, പ്രീമിയം കാർ വേണം, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. റാഡോ വാച്ച്, പണ്ടത്തുള്ള ആൾക്കാർ റാഡോ വാച്ച് ഒരു സാധനമാണ്. ദാറ്റ് വാസ് എ പ്രസ്റ്റീജിയസ് തിങ്. റാഡോ വാച്ച് ഉള്ളവൻ അസറ്റാണ്. കേട്ടിട്ടുണ്ട് റാഡോ വാച്ച് എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ സാധനങ്ങളുള്ളത് കാട്ടിയർ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ പേര് പിന്നെയാണ് അറിയുന്നത് യുവമാർ ഭീമാവളിയിൽ നിന്ന് കന്യാകുമാരി മേടിച്ചെന്ന റാഡോ നടക്കുന്നത് അല്ലേ. സോ അവിടെ ബ്രാൻഡ് വാല്യൂ ഇല്ല, അവിടെ കംഫർട്ട് ഇല്ല, അവിടെ സോഷ്യൽ സ്റ്റേറ്റസ് കാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു മീ ഈ എത്ര 160 crores 163 1,63,000 lakhs പാവം. ഓക്കെ, ഇത് നെയിൽ പോളിഷ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് വേർഡ്സ്. 2 ഫ്ലാറ്റ് ബാക്കി എന്തൊക്കെ ചെയ്യായിരുന്നു ആലോചിച്ചിട്ട് താഴെ. കമ്പനി നെയിം ഈസ് അസസ്യോർ പൊഗാസിയോൺ എന്നാണ് അതിൻ്റെ, അതാണ് പറയുന്നത് കമ്പനിയുടെ നെയിം.